നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും പുതിയൊരു താരവുമായിട്ടാണ് കൂട്ടുകാരിലേക്ക് ചാറ്റ് ജസ്റ്റ് റൈറ്റ് എത്തിയിരിക്കുന്നത്. തന്റെ സത്യസിദ്ധമായ സ്വരമാധുരി കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ ഗായിക, സ്റ്റേജ് ഷോകളിലെയും ആൽബങ്ങളിലെയും നിറസാന്നിധ്യം. ഖത്തറിൽ ബിസിനസ്സുകാരനായ ബദറുദ്ദീൻ റംഷിദ ബദറുദ്ദീൻ ദമ്പതികളുടെ പുത്രിയുമായ ഹിബ ഷംനയാണ് ഇന്ന് ചാറ്റ് ജസ്റ്റ് റൈറ്റിൽ നമ്മോടൊപ്പം കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്നത്. ഹിബ ഷംനയെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വാഗതം. ഹിബ ഈയിടെ തന്നെ സോഷ്യൽ മീഡിയയിലായാലും മറ്റു പ്ലാറ്റ്ഫോമിലും വളരെ ആക്റ്റീവാണ്, ഫേമസ് ആണ്. എന്നാലും നമ്മുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹിബനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ്, ഞാൻ ഹിബ ഷംന. ഞാൻ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ 12th ഗ്രാജുവേറ്റ്. ഹോബീസ് എന്ന് പറയുന്നത് പാട്ട് പാടും, ഡാൻസ് കളിക്കും, ചെറുതായിട്ട് ആർട്സ്. ഇൻ ഷോർട്ട്, ഓൾ ഇൻ വൺ, സകലകലാ വല്ലഭ അല്ലേ? അടിപൊളി. ഇപ്പോൾ പറഞ്ഞു പാട്ട്, ഡാൻസ് ഇതൊക്കെ ഹോബീസാന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വയസ്സിലിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഹോബി? ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയത് 3rd പഠിക്കുമ്പോഴാണ്. പിന്നെ ഡാൻസ് ചെറുപ്പം മുതലേ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ഒക്കെ കളിച്ചിട്ട്. ആർട്സും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം. ആർട്സ് എന്ന് പറയുമ്പോൾ ചിത്രവരയാണോ അതോ ഈ ക്രാഫ്റ്റ് അങ്ങനെ സംഭവം? അറബിക് കാലിഗ്രഫി കൂടുതൽ ചെയ്യുന്നത്, പിന്നെ ചെറുതായിട്ട് ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ. അപ്പൊ ഈ അറബിക് കാലിഗ്രാഫി അപ്പൊ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള പ്ലാനിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ട്. ഇപ്പൊ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഇപ്പോ പാട്ട് ഇതൊക്കെ സീരിയസ് ആയിട്ട് ഇപ്പോ കുറച്ചുകൂടി ഒരു ഹോബീസിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കുറെ ആൽബങ്ങളും സ്റ്റേജ് ഷോകള് അങ്ങനൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇപ്പൊ എത്ര ടൈം ആയിട്ടുണ്ട്? മുന്നേ സീരിയസ് ആക്കി എടുത്തിരുന്നു. പിന്നെ മുന്നേ ഡാൻസും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കൊറോണക്ക് ശേഷമായിരുന്നു ഡാൻസ് ചെറുതായിട്ട് നിർത്തിയിട്ട് പാട്ടിലേക്ക് വന്നത്, കൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ പാട്ടും കാലിഗ്രാഫിയാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ഫുഡായിട്ടും കൊണ്ടുപോകുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇവിടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല സൗണ്ടും ഈണം എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഏതങ്ങനെ വല്ല ഗുരുക്കന്മാരുടെ അണ്ടറിൽ? ഉണ്ട്. അഭിലാഷ് സാറാണ് എന്നെ പണ്ട് മുതലേ പാട്ട് പഠിപ്പിച്ചിരുന്നത്. ചെറുപ്പം മുതലേ കലാഭവനിലെ പഠിപ്പിച്ചിരുന്ന അഭിലാഷ് എന്ന് പറഞ്ഞ സാറാണ് പഠിപ്പിച്ചിരുന്നതും. ഇപ്പോഴും സാർ തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ വൈഫ് ശില്പ മാം പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴും പാട്ട് പഠിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോഴും അവരുടെ അണ്ടറിൽ തന്നെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. പെട്ടെന്ന് ഇപ്പോൾ ഹിബക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹിബ ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരി. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही रूह का सुकून, तू ही आँखों की ठंडक, तू ही दिल की है दस्तक, और कुछ ना जानू मैं, बस इतना ही जानू तुझ में रब दिखता है यारा, मैं क्या करूं, तुझ में रब दिखता है यारा, मैं क्या करूं, सजदे सर झुकता है यारा, मैं क्या करूं, तुझ में रब दिखता है यारा, मैं क्या करूं. ഈടായിട്ട് ഒരുപാട് ആൽബംസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ആൽബംസ് ഇപ്പോ ഈ ഒരു ടൈം കാലയളവിൽ ഇറങ്ങിയിട്ടുണ്ട്? 30-ൽ കൂടുതൽ ആൽബംസ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതില് പേഴ്സണലായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാതും നമ്മൾ ചെയ്ത എല്ലാ വർക്കും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാലും നമുക്ക് പേഴ്സണലായിട്ട് കൂടുതലൊരു നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആൽബം ഉണ്ടാവുമല്ലോ. ഞാൻ ഫസ്റ്റ് പാടിയൊരു സോങ് ആണ്, ഫസ്റ്റ് പാടിയ ഒരു ആൽബം സോങ് ആയിരുന്നു അത്. മ്യൂസിക് ചെയ്തത് അൻഷാദ് അങ്കിളാണ്. പിന്നെ ലിറിക്സ് ചെയ്തത് ഷാനു ഷെലക്കര എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളായിരുന്നു. അത് പാടാം.
റെജി മണ്ണലങ്ങളുടെ കൂടെ പാടിയത്. ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അത് തന്നെയാണ് നമുക്ക് എന്നും പ്രിയപ്പെട്ടത് അല്ലേ. അടിപൊളി. അപ്പൊ അത് അതിന്റെ ഒരു 2 വരി നമുക്ക് വേണ്ടി. എന്ന് വരും എൻ വാപ്പച്ചി പുന്നാരമോളെ കാണുവാൻ, എന്ന് വരും എൻ വാപ്പച്ചി കവിളിൽ മുത്തം നൽകുവാൻ, ഒന്നു കാണാൻ കഴിയാതെ നൊമ്പരമുള്ളിൽ നിറയുന്നു, എന്ന് വരുമെന്നറിയാതെ കാത്തുമോളിരിക്കുന്നു വാപ്പച്ചി, ഒന്നു വാ എന്നരികിൽ ഓടിവാ. മക്കളെ വിട്ടിട്ട് പ്രവാസ ലോകത്തേക്ക് വന്നിട്ടുള്ള ഉപ്പമാരെ അതുപോലെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. നല്ലൊരു ഫീലിംഗ് ഉള്ള, അതിന്റെ എല്ലാ ഫീലിങ്സും ഗ്രാബ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഇപ്പൊ ഈ ഒരു ജേണിയിൽ ഒരുപാട് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. ഒരുപാട് നല്ല സ്റ്റാർസിനായിട്ട് നമ്മൾ എന്നും നമ്മളൊക്കെ ഇങ്ങനെ ഉള്ള ആരാധ്യരായിട്ടുള്ള ഒരുപാട് സ്റ്റാർസിനായിട്ട് സ്റ്റേജ് ഷോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൽബംസ് ഒക്കെ പങ്കിടാനുള്ള ഒരു അവസരം എന്തായാലും കിട്ടിയിട്ടുണ്ട് ഒരുപാട്. അതിലപ്പോ എന്നും നമ്മൾ ഓർത്തു വെക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അത് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഞാൻ ചെറുപ്പത്തില് ആബിദ് കണ്ണൂർ അങ്കിൾ കൂടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, വലുതായപ്പോഴും പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആൽബം സോങ് മധു ബാലകൃഷ്ണൻ സാറിന്റെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പഴത്തന്നെ താജുദ്ദീൻ അങ്കളുടെ കൂടെയും പിന്നെ ആസിഫ് കാപ്പാൻ അങ്കളുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാ? സിതാര മാം. സിത്തുമണി. അപ്പോ സിതാര മാമിന്റെ ഒരു നമ്മളൊരു ക്വിക്കായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും തെരഞ്ഞെടുക്കുക? ചായപ്പാട്ട്. ഓക്കെ, നമുക്കൊന്ന് ചായപ്പാട്ട് അടിച്ചാലോ? രാവിലെ തന്നെ ചായ കുടിക്കാത്തവർക്ക് വേണ്ടിട്ട് ഒരു ചായപ്പാട്ടായാലോ? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോണു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ, ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. സൂപ്പർ. അടുപ്പത്തിലൊരു ചായ കുടിച്ച ഫീല്. താങ്ക് യു. എന്നിട്ട് ഫേവറേറ്റ് സിംഗർ സിതാര മാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലെ? നമ്മുടെ ഹാർഡ് കോർ ഫാനായ സിതാര മാമിന്റെ ഹാർഡ് കോർ ഫാനായ ഹിബ ഇതുവരെ സിതാര മാമിനെ കണ്ടിട്ടില്ല എന്ന് പറയണത്. നമുക്ക് ഉറപ്പാണ് ഏതെങ്കിലും ടൈമില് മാം ഈ ഒരു വീഡിയോ കാണും. അത് കണ്ടുകൊണ്ട് ഹിബേനെ കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ അറിയിക്കുക.